നമസ്കാരം ട്രേഡേഴ്സ്, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ വീക്കെൻഡുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കടക്കാം. നിലവിൽ US ഏറ്റവും കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യം അത് ബ്രസീലും ഇന്ത്യയുമാണ്, 50%. എന്നാൽ ഈ ഒരു കാര്യം ഇന്ത്യ അത് ഡൈജസ്റ്റായി, ഇന്ത്യൻ മാർക്കറ്റ് അത് ഡൈജസ്റ്റായി 25,000 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് ദീപാവലി അടുത്ത് ഫ്രഷ് ബൈയിങ് IT കമ്പനീസിൽ കണ്ടുവന്നപ്പോഴാണ് ലോകത്തിൽ പുതിയ ഒരു വാർത്തയായിട്ട് ട്രംപ് കഴിഞ്ഞ ദിവസം വന്നത്. നവംബർ 1 മുതൽ ചൈനയ്ക്ക് മേൽ 100% മുകളിൽ താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള ഒരു വാർത്ത. ഇതിന് മുമ്പും ഇതേ വാർത്തകളുണ്ടായിരുന്നു. ചൈനയും US തമ്മിൽ വലിയ തോതിൽ സംഘർഷങ്ങളുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന US, അത് ഏറ്റവും കൂടുതൽ ഉപഭോഗം ചെയ്യുന്ന ചൈന. എന്നാൽ ചൈന പറഞ്ഞു, ഞങ്ങൾക്ക് US-ൻ്റെ സോയാബീൻ വേണ്ട. അവർ അർജൻറ്റീനയിൽ നിന്ന് ഈ സോയാബീൻ ഇറക്കുമതി ചെയ്തു. പിന്നീട് US-ൽ ചൈനീസ് കപ്പലുകൾക്ക് പോർട്ട് ഫീസ് അധികം ഈടാക്കി. അതിനുശേഷം ചൈനയും ഈടാക്കി. അതീവ സംഘർഷഭരിതമായി മുന്നോട്ട് പോയി. എന്നാൽ ഇടയ്ക്കൊന്ന് രമ്യതയിലായ പോലെ നമുക്ക് തോന്നി. എന്നാൽ വീണ്ടും ഈ പ്രശ്നങ്ങൾ വന്നു. ട്രംപ് 100% താരിഫ് നവംബർ 1 മുതലാണ് ഇത് ഏർപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം റയർ എർത്ത് മെറ്റൽസ്, അതായത് അപൂർവ ധാതുക്കൾ, അത് ചൈനയാണ്. ഇപ്പോൾ കണക്കുകൾ പറയുന്നത്, ഏറ്റവും രസകരമായ കാര്യം, ഈ അപൂർവ ധാതുക്കൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം അത് ചൈനയാണ്. 70%. അപൂർവ ധാതുക്കളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. ഇത് യുദ്ധവിമാനങ്ങൾക്കും മറ്റുള്ള ആയുധങ്ങൾക്കും വേണ്ടി മാത്രമല്ല, ഇലക്ട്രിക് കാറുകൾ തുടങ്ങിയ ചിപ്പ് നിർമ്മാണത്തിന് വേണ്ടി, ഇപ്പോൾ ചിപ്പാണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ ചിപ്പ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ അപൂർവ ധാതുക്കൾ അത് 70% ഈ ലോകത്തിൽ ഉള്ള ഒരു രാജ്യമാണ് ചൈന. ചൈനയായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു 100% താരിഫ്. ഈ ട്രംപ് ഇപ്പോൾ പറയാനുള്ള കാരണം, ചൈന അത് US-ലേക്കുള്ള കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുള്ളതാണ്. US പൂർണ്ണമായും ചൈനയാണ് ഈ ഒരു അപൂർവ ധാതുക്കളെ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇവർ തമ്മിൽ സംഘർഷ സാധ്യതകൾ, അല്ലെങ്കിൽ സംഘർഷത്തിലായി എന്ന് തന്നെ വേണം പറയാൻ. ഗ്ലോബൽ മാർക്കറ്റിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്തു. US മാർക്കറ്റ് ശക്തമായിട്ട് ഇടിയുകയും US വിക്സ് ഏകദേശം 23% ഫോൾ ആകുകയും ബിറ്റ്കോയിനിലും അതീവ വലിയ തോതിലുള്ള ഒരു ക്രാഷ് നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് വളരെ പ്രസക്തിയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പസഫിക് രാജ്യങ്ങളുടെ മീറ്റിംഗ് നടത്തപ്പെടുകയാണ് നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ US പിന്മാറിയേക്കാം, അല്ലെങ്കിൽ പിന്മാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്, അല്ലെങ്കിൽ ട്രംപ് പങ്കെടുക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എങ്കിലും 79 വയസ്സായി ട്രംപിന്. അപ്പോൾ പല അവസരങ്ങളിലും എടുക്കുന്ന പല തീരുമാനങ്ങളും എല്ലാം തന്നെ ഈ കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണോ എടുക്കുന്നത് എന്ന് നമുക്ക് സംശയിച്ചു പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിപ്പോൾ ചൈനയും US തമ്മിലുള്ള ഈ ഒരു താരിഫിൻ്റെ കാരണം മാർക്കറ്റ് ഇടിയാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഇടിയുന്നത് എത്രയോ തവണയായി. അപ്പോൾ അതിന് വീണ്ടും സാക്ഷ്യം വഹിക്കുമെന്നുള്ളതാണ് നമുക്ക് വളരെയധികം സാഡായിട്ട് നോക്കി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. ഇനിയിപ്പോൾ ഇന്ത്യക്കത് സാഡാണോ എന്ന് ചോദിച്ചാൽ, ഈ സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ ഗ്യാപ് ഡൗൺ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ കൂടിയും ഇന്ത്യക്ക് ഇത് വലിയൊരു അവസരം ആകുമെന്നൊക്കെയാണ് പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. ഇത് പറയുമ്പോൾ തന്നെ വളരെ പ്രസക്തിയുള്ളൊരു വിഷയം, നമ്മളുടെ ഗതാഗത മിനിസ്ട്രി നിതിൻ ഗഡ്കരി പറയുന്നത്, ഈ പെട്രോൾ കാറുകളും EV കാറുകളും തമ്മിലുള്ള പ്രൈസ് വേരിയേഷൻ ഇനി വരുന്ന ആളുകളിൽ ഉണ്ടാകില്ല. അതിനർത്ഥം EV കാറുകൾ കൂടുതൽ ഇറങ്ങും. ബാറ്ററിക്ക് കമ്പനി എല്ലാം തന്നെ വലിയ തോതിൽ ആത്മവിശ്വാസത്തോടെ ലൈഫ് ടൈം വാറണ്ടിയൊക്കെ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനൊരു ഭംഗം വരും. കാരണം EV കാറുകൾക്ക് വേണ്ടി നമുക്കറിയാം, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കൊറോണ സമയത്ത് ഇപ്പം നമുക്ക് ഒരു കാറിൽ ഏകദേശം ഒരു എത്രമാത്രം സെൻസർ സംവിധാനമാണ് ഒരു കാർ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ പണ്ടത്തെ കാറിന് നമുക്ക് പവർ വിൻഡോ ആണെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി. കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറിൽ കുളിച്ചു നിൽക്കുന്ന കാറാണ് നമുക്ക് വിപണിയിൽ ലഭ്യമാകുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കാർ നിർമ്മാണത്തിനും, നമ്മുടെ മാത്രമല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികൾ തമ്മിൽ കടിപിടി കൂടുമ്പോൾ അത് ഗുണകരമാകാനുള്ള സാധ്യതകൾ കുറവായിരിക്കാം. അപ്പോൾ എനിവേ, നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വളരെ ഗംഭീരമായിട്ടായിരുന്നു നമ്മുടെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ്. കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ശക്തമായിട്ട് 432 പോയിൻറ്റിൻ്റെ ഒരു റാലി ഒരേ സൈഡിലേക്ക് വോളറ്റിലാണെങ്കിൽ കൂടിയും മാർക്കറ്റ് നടത്തി. ഗ്ലോബൽ മാർക്കറ്റോ എന്നാൽ അതല്ല സ്ഥിതി. ഗ്ലോബൽ മാർക്കറ്റിലെ US കമ്പനികളുടെ അവസ്ഥ കാണാം. അസഞ്ചർ, NVIDIA, ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ, മെറ്റ, ഫേസ്ബുക്ക്, ടെസ്ല, ഇൻറ്റൽ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ കമ്പനീസ് ശക്തമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റിൽ
തന്നെ കാണാം. ഏറ്റവും താഴെ US വിക്സ് 21% സ്പൈക്ക് ചെയ്തു. അതിന് മുകളിലുള്ള നാസ്ഡാക്കും ഡോയും കാണാം ഭീകരമായ തോതിൽ ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റും ഭീകരമായ തോതിൽ ഇടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇനി വേറൊരു വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് ദീപാവലിയാണ്, മാർക്കറ്റ് നമുക്ക് ഇൻഫോസിസിൻ്റെ റിസൾട്ട് അതല്ലെങ്കിൽ HCL ടെക്കിൻ്റെ റിസൾട്ട് എല്ലാം തന്നെ ഇനിയിപ്പോൾ വരാൻ പോവുകയാണ്. എന്നാൽ ഇൻഫോസിസിൻ്റെ റിസൾട്ട് നമുക്ക് 16-ാം തീയതിയും ടെക്കമ്മിൻ്റെ റിസൾട്ട് 14-ാം തീയതിയാണ് വരുന്നത്. TCSന് മാത്രമാണ് വന്ന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റിസൾട്ടിന് മുമ്പ് ഈ IT കമ്പനീസിൽ ഒരു ഫ്രഷ് ബൈയും കണ്ടു, ദീപാവലി അടുത്തു. അതുകൊണ്ട് തന്നെ ആളുകൾ പൊതുവേ ഒരു ബുള്ളിഷ് ആയ ഒരു മനോഭാവത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണാൻ സാധിക്കുന്നത്. പല ആളുകളും വളരെയധികം ധൈര്യപൂർവ്വം അഡ്ഡമണി തന്നെ ഹ്യൂജായിട്ട് ഷോർട്ട് ചെയ്തത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുമ്പോൾ കാണാം ഏറ്റവും ടോപ്പിൽ PCR 1.4 എന്ന നിലയിലും അഡ്ഡമണിയായിട്ടുള്ള 25,285 സമീപത്തുള്ള 25,200, 100, 25,000, ഈവൻ 24,500 എല്ലാം ശക്തമായ നിലയിൽ ആളുകൾ ഷോർട്ട് ചെയ്ത് PCR 1.4 ആയ നിൽക്കുന്നൊരു അവസരത്തിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വരുമ്പോൾ ഈ പുട്ട് ഷോർട്ട് ചെയ്ത ആളുകൾക്കെല്ലാം തന്നെ വലിയ തോതിൽ നഷ്ടമുണ്ടാകുകയും ഇവരിത് എക്സിറ്റ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഫർദറായിട്ട് മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാർക്കറ്റ് ഉണ്ടായേക്കാം. ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമുക്ക് ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 200 പോയിൻ്റ് ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഞായറാഴ്ച ദിവസം ഏകദേശം നമ്മൾ കാണുന്നത് ഏകദേശം ഒരു മണിയോട് കൂടിയിട്ടാണ്. ഇനി അതിനുശേഷം ഉണ്ടാകുന്ന ഗ്ലോബൽ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായാൽ ഇതിന് മാറ്റം വന്നേക്കാം. പക്ഷേ ആസ് ഓഫ് നൗ US മാർക്കറ്റ് അടച്ച അവസ്ഥയിലാണ്, വീക്കെൻഡാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ പ്രസ്താവനകൾ ഇനി വരണമെങ്കിൽ US മാർക്കറ്റ് ഓപ്പൺ ആകണം. അതായത് ഇന്ത്യയിലെ തിങ്കളാഴ്ച വൈകിട്ട് 8 മണിക്ക് ശേഷമാണ് പുതിയ പ്രസ്താവനകളെല്ലാം തന്നെ വരേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിലെ പ്രധാന ഈവൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഭീകരമായ ഈവൻറ്റുകളുള്ള ആഴ്ചയാണ് അടുത്ത ആഴ്ച. കാണാം US നിന്ന് കോർ CPI ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്, ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വരുന്നുണ്ട് October 15ഉം 16ഉം. ചൈനയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട് October 15. ജർമ്മനിയുടെയും ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട് October 14. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ October 13. ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ October 14. പിന്നെ എന്ത് വേണം? US-ൻ്റെയും ചൈനയുടെയും ഇന്ത്യയുടെയും പണപ്പെരുപ്പ നിരക്ക്, അതായത് ഇൻഫ്ലേഷൻ വരുന്ന ഒരാഴ്ചയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച, അതായത് നാളെ മുതൽ അങ്ങോട്ട് വിപണിയിൽ വളരെ വലിയ തോതിലുള്ള വോളറ്റിലിറ്റി എല്ലാം തന്നെ എക്സ്പെക്റ്റ് ചെയ്യണം. ഇതിനിടയിൽ കുറച്ച് റിസൾട്ട് വന്നു. അവന്യൂ സൂപ്പർ മാർക്കറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് എല്ലാം തന്നെ 4%, റവന്യൂ എല്ലാം തന്നെ 15%-ൻ്റെയും ഒരു റാലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്പൈക്ക് രേഖപ്പെടുത്തി. ടാറ്റ ക്യാപിറ്റൽ കമ്പനി IPO തിങ്കളാഴ്ച ഓപ്പൺ ആവുകയാണ്. വാരീസ് എനർജി കമ്പനി ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 117%-ൻ്റെ ഒരു വളർച്ച കൈവരിച്ചു. ഇതാണ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നടന്ന കാര്യം. വളരെ ചുരുങ്ങിയ സമയത്ത് ആരുടെയും സമയം കളയാതെ നമ്മൾ ഗ്ലോബൽ ലോക്കൽ ക്യൂസുകളും ന്യൂസുകളും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയ നമ്മുടെ പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്നൊരു ഹെൽപ്ഫുള്ളാണ് നിങ്ങൾ ഷെയർ ചെയ്യുക വഴി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിവസം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം. എല്ലാവർക്കും ശുഭദിനം, ഹാപ്പി വീക്കെൻഡ്. താങ്ക് യു ഓൾ.